ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ 2 സബോള കൊണ്ടുള്ള ഒരു സാമ്പാറാണ്. ഇനി കഷ്ണങ്ങളൊന്നും ഇല്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. രുചിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ലാത്ത ഒരു സാമ്പാറാണ്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണേ. അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ സബോള തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ അരിയുന്നത്. 2 പച്ചമുളക് എരിവിനനുസരിച്ച് പൊളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ 1 വെളുത്തുള്ളിയാണ് നമ്മളിടുന്നത്. 1 വെളുത്തുള്ളി മതി, ഒത്തിരി വെളുത്തുള്ളിയുടെ ആവശ്യമില്ല. പിന്നെ പുളി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് കുതിരട്ടെ. ഇനി നമുക്ക് പരിപ്പ് കഴുകിയെടുക്കാം. നമ്മൾ 1/2 കപ്പ് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെക്കാം, വേകുന്നിടം വരെ. പരിപ്പ് കഴുകി കുക്കറിൽ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് കുക്കർ അടിച്ച് വെച്ച് അത് വിസിൽ വരട്ടെ. പരിപ്പ് വേകുന്നിടം വരെ, ഓരോ പരിപ്പിന് ഓരോ വേവാണല്ലോ, അതുവരെ അത് വെന്ത് കിട്ടണേ പരിപ്പ്. ഈ സമയത്ത് നമുക്ക് അപ്പുറത്ത് അത് വഴറ്റിയെടുക്കാവേ. താവ വെച്ചിട്ടുണ്ട്, അതിലൊരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ശകലവേ. എന്നിട്ട് ഈ സബോള നമുക്ക് ഇതിലോട്ടിടാം. എന്നാലേ ഒന്ന് അതിൻ്റെ ആ മധുരമൊക്കെ പോകാനും ഒരു വഴന്ന് വരുമ്പോഴത്തേക്ക്. സബോളയ്ക്കൊരു മധുരമാണല്ലോ. ഇതിൽ നമ്മൾ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല. ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ, ഒത്തിരി ഇതാകണ്ട. ഞാൻ ആ മധുരം ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും ആ 1 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് ഒത്തിരി വഴന്നിട്ടൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് ചൂടായതേ ഉള്ളേ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. അതെന്നാ കടയിൽ നിന്ന് മേടിച്ച സാമ്പാർ പൊടി ആയതുകൊണ്ടാണ്. വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കണ്ട. പിന്നെ കാശ്മീരിയുടെ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറു തീയിലാണ് കൊടുത്തത്. നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് ഞാനതേണ്ട ഈ വാടിയതേ ഉള്ളേ ആ സബോളയും ആ പച്ചമുളകും ഇതിങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് തന്നെ തക്കാളി നമ്മൾ വാട്ടുന്നില്ലേ, വഴറ്റാതെ ചുമ്മാ ഇട്ട് കൊടുക്കുവാണേ. അതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം പുളിവെള്ളം, ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കുവാണേ. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതിലേക്ക് ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടുവെള്ളം ഇതിലൊഴിച്ച് കൊടുക്കണേ. വെള്ളത്തിൻ്റെ അനുസരിച്ച് വേണം ഓരോരുത്തരും ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കല്ലേ, ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ഈ തക്കാളി ഒന്ന് ഇതാകാൻ വേണ്ടിയാണ്, ഈ ഉള്ളിയൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയാണ് അടച്ച് വെക്കാവേ. അടച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് സാമ്പാർ പൊടി ഇതിൽ ചേർക്കാവേ. തുറന്ന് നോക്കാവേ. ഇത് കണ്ടോ, നല്ല പോലെ കുറുകിയിട്ട് നല്ല മണം വരുന്നുണ്ട്. നമ്മളൊന്നും ഇതിൽ ചേർത്തില്ലേ. പിന്നെ 2 ടേബിൾ സ്പൂണ് കടയിൽ നിന്ന് മേടിച്ച സാമ്പാർ പൊടിയാണ്. അത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഒഴിച്ച് നോക്കാവേ. വെള്ളം ആവശ്യത്തിന് വേണ്ടവർ ചൂടുവെള്ളമേ ഒഴിക്കാവുള്ളൂ, പച്ചവെള്ളം ഒഴിക്കല്ലേ. എന്നിട്ട് ഇളക്കി നോക്കണം. പിന്നെ കുറുക്ക ഓരോരുത്തരുടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയും ഈ രീതിയിൽ കുറുക്ക ഉണ്ടെങ്കിൽ അത് മതിയേ. ഒരിച്ചിരി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നാന്നോ ഈ പരിപ്പല്ലേ, അപ്പോൾ ഇരുന്ന് കുറുകും. ഈ സമയത്ത് ഇങ്ങനെ വെക്കുന്നത് ഈ കഷ്ണമൊക്കെ മുരിങ്ങയ്ക്കൊക്കെ ഉണ്ട് ഇടാം. നമ്മൾ കഷ്ണം ഒന്നും ഇല്ലാതെ ആ സബോള കൊണ്ടുള്ള ഒരു സാമ്പാറാണ്. ഭയങ്കര ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്, നല്ല ഇതുമാണ്. ഇനി അധികം സമയം വെച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് കടുക് വറക്കാവേ. വേണ്ടി താവ വെച്ച് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഉലുവായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ഉണക്കമുളകും മുറിച്ചത് ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ കടുക് വറുത്തത്. ഇനി ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് മല്ലിയിലയും കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കാവേ. ഇത് ചിലർ ശർക്കരയൊക്കെ ചേർക്കും, ഞാനത് ചേർക്കുന്നില്ല, സബോള ആയതുകൊണ്ട്. ഇപ്പം തന്നെ നല്ല മണവും നല്ല ടേസ്റ്റുമായ ഒരു സാമ്പാറാണ്. ഇനി കഷ്ണമില്ലെന്നും പറഞ്ഞ് ആരും സാമ്പാർ വെക്കാതിരിക്കണ്ട, ഭയങ്കര ടേസ്റ്റുള്ളതാണ്. എല്ലാവരും ഇതേപോലെ ചെയ്തൊന്ന് നോക്കണേ. ഇന്നത്തെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ കൂടാതെ ബെല്ലൈക്കനും ഒക്കെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ അപ്പം വരും. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.